വമ്പൻ വാഗ്ദാനങ്ങളുമായി ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പത്രിക പ്രകാശനം ചെയ്തത്. കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി, ക്യാമ്പസ് പ്ലേസ്മെന്റ്, കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷത്തിനിടെ കേരളം കൈവരിച്ച പുരോഗതിയുടെ തുടർച്ചയ്ക്കുള്ള 60 ദിന പരിപാടിയും 950 നിർദ്ദേശങ്ങളുമാണ് പ്രകടന പത്രികയിലുള്ളത്. വികസനം, ക്ഷേമം എന്നിവയ്ക്ക് പുറമെ നവലോകത്തെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്നതിനുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കും. ഈ അധ്യയന വർഷം 60,000 കുട്ടികൾക്ക് ജോലി ഉറപ്പാക്കും. സ്ത്രീകളിൽ 50% പേർക്കും ജോലി. അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ. 2026-27 സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായി നൽകും. പവർക്കട്ടില്ലാത്ത കാലം തുടരും തുടങ്ങിയവയും വാഗ്ദാനത്തിലുണ്ട്. അതിവേഗ തെക്ക് വടക്ക് റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇത്തവണ 2 പുസ്തകമായാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPI നേതാവ് പ്രകാശ് ബാബു, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, എളമരം കരീം തുടങ്ങിയവർ പങ്കെടുത്തു. പഠിച്ചാൽ ജോലി ഉറപ്പ്. പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കും. യുവജനങ്ങളുടെ പുതിയ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ 40-ൽ നിന്ന് 120 വർദ്ധിപ്പിച്ച് 2 ലക്ഷം പ്രൊഫഷണലുകൾക്ക് തൊഴിൽ നൽകും. തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. കുടുംബശ്രീ വഴി 20 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കും. നെല്ലിന്റെ തറവില 35 രൂപയായും നാളികേരത്തിന് 45 രൂപയായും റബ്ബറിന് 300 രൂപയായും വർദ്ധിപ്പിക്കും. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും കേരള ചിക്കൻ പദ്ധതി 5000 യൂണിറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിന്മേൽ ഉടമസ്ഥാവകാശവും ആദ്യ വിൽപ്പനാവകാശവും നൽകുന്നതിനുള്ള സമുദ്ര പരിഷ്കാരം നടപ്പിലാക്കും. അടുത്ത 5 വർഷം കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പശ്ചാത്തല മേഖലയിൽ ഉണ്ടാകും. ലൈഫ് മിഷൻ 2.0 വഴി അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വീട് നൽകി കേരളത്തെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ റെയിൽ നടപ്പിലാക്കും. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. എല്ലാ റെയിൽവേ ലെവൽ ക്രോസുകളും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും. സാർവത്രിക ആരോഗ്യ പരിരക്ഷ. കാരുണ്യ പദ്ധതിയുടെ ചികിത്സാ പരിധി 5 ലക്ഷം എന്നതിൽ നിന്ന് മാറ്റി പരിധിയില്ലാതെ ആനുകൂല്യം ലഭ്യമാക്കും. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 4 ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ സ്ഥാപിക്കും. അങ്കണവാടികൾ സ്മാർട്ടാക്കുകയും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മിനിമം ശേഷി ഉറപ്പുവരുത്തുകയും ചെയ്യും. ജീവജലം കേരളം. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ജനകീയ ക്യാമ്പയിൻ. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം. കക്കൂസ് മാലിന്യ സംസ്കരണത്തിനായി FCTPകൾ സ്ഥാപിക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുകയും ക്ലീൻ പമ്പ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാർക്കായി അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. അതേസമയം അവസരവാദ നിലപാട് സ്വീകരിച്ചവർ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് താഴുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. CPM വിട്ട UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരനെ പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. അമ്പലപ്പുഴ, പുന്നപ്ര, വയലാറിൽ മണ്ണാണെന്നും അതിന് അതിന്റേതായ ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ ചരിത്രം വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കാനല്ല. അമ്പലപ്പുഴയിൽ LDFന് ഒരു തരത്തിലുള്ള പോറലും ഏൽക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ഇതുവരെ ഒരു വ്യതിയാനത്തിന്റെയും കൂടെ ഉണ്ടായിട്ടില്ല. വ്യതിയാനമുണ്ടായവർ അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും നാടും നാട്ടുകാരും ശരിയായ വഴിക്ക് ഉറച്ചു നിന്നിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.